ചില വ്യക്തികളുണ്ടല്ലേ, നമ്മളോട് വന്നിട്ട് ചോദിക്കും, നീ ആളാകെ മാറിപ്പോയി, നീ പഴയതുപോലെയല്ല, നീ എന്നോട് എന്തെല്ലാം പറഞ്ഞിരുന്നു, നിനക്ക് ഞാനാണ് ഏറ്റവും വലുത്, ഞാനാണ് നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ പറഞ്ഞ് നീ ഭയങ്കരമായി സംസാരിച്ചിരുന്ന ഒരാളാണ്. ഇപ്പം നീ എൻ്റെ മെസ്സേജസിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല, എൻ്റെ കോളൊക്കെ വളരെ ഡിലേ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു എന്ന രീതിയിലൊക്കെ പല 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 പരാതികൾ നമ്മളോട് വന്ന് പറയും. ഇവർ മനസ്സിലാക്കാത്ത മറ്റൊരു കാര്യമുണ്ട്. ഒരു സമയത്ത് നമ്മൾ ഇവരുടെ പുറകെ ഇത്തരം കാരണങ്ങൾക്കൊക്കെ കുറേ നടന്നിട്ടുണ്ടാകാം. എന്തുകൊണ്ടാണ് നീ മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യാത്തത്, നീ എന്താ എൻ്റെ കോളിന് റെസ്പോണ്ട് ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ ഇവർ ഇമോഷണലി നമ്മളോട് ഭയങ്കരമായിട്ടുള്ള അകലം കാണിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പലപ്പോഴും ഇവരുടെ പുറകെ നടന്ന് നമ്മളെ അഭിമാനത്തിന് വരെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ നമ്മൾ നടന്നിട്ടുണ്ടാകാം. അതൊന്നും ഇവർ കൂട്ടാക്കാതെ മുന്നോട്ട് പോയി നമ്മൾ അവസാനം നമ്മൾക്കൊരു വാല്യൂവും മൂല്യവും ഒക്കെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ മാറ്റങ്ങൾ നമ്മളിലേക്ക് കഷ്ടപ്പെട്ട് കൊണ്ടുവന്നപ്പോൾ ഇത്തരം ആളുകൾ നമ്മളോട് വന്ന് ഇത്തരം രീതിയിൽ സംസാരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ ഭൂമിയിൽ എല്ലാവർക്കും അവനവൻ്റെ സന്തോഷമാണ് ഏറ്റവും വലുത്. ഒരു സമയത്ത് നിങ്ങൾ തിരിച്ചും പുറകോട്ട് അതുപോലെ തന്നെ ആയിട്ട് പിന്നീടും ഇവരിങ്ങനെ കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പോകണമെങ്കിൽ പഴയതുപോലെ തിരിച്ചു പോകാം. പക്ഷേ ഇവർ ഇത്തരം രീതിയിൽ കാണിക്കുമ്പോൾ അതിനെ ഉൾക്കൊള്ളാനും തിരിച്ച് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനുമുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാം. അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സന്തോഷത്തിനും നിങ്ങളുടെ മനസ്സമാധാനത്തിനുമായിരിക്കണം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. കാരണം ഏതൊരു വ്യക്തിയും അവരുടെ സന്തോഷമാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നിങ്ങളുമായി അടുത്തിടപഴകുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു പ്ലഷർ, അതല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ചില മറ്റ് നേട്ടങ്ങൾ ഒക്കെ കണ്ടിട്ടാണ് ഏതൊരു വ്യക്തിയും നിങ്ങളോട് അടുക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ സന്തോഷത്തിനും നമ്മുടെ സമാധാനത്തിനും പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ എല്ലാവർക്കും തിരിച്ചറിഞ്ഞ് എല്ലാവരുമായി ഇടപഴകാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.